നമ്മൾ പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് ഒരു കപ്പിൻ്റെ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ലെവലാക്കി എടുത്തിട്ടില്ല. മൈദയും 3/4 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടപ്പം ഒരു കപ്പ് തേച്ചില്ല ഇതുപോലെ. പിന്നെ 1/4 കപ്പ് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് വന്നിട്ട് ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും കൂടെ. ഫസ്റ്റ് ബ്രൗൺ ഷുഗറും പട്ടയും 2 ഗ്രാമ്പു 2 ഏലക്ക പിന്നെ നട്ട്മെഗ് ഇല്ലേ അതൊരു ചെറിയ പീസ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനാക്കി പൊടിച്ചെടുത്ത് അതിന് ശേഷം വൈറ്റ് ഷുഗർ 1/4 കപ്പ്, അത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പൊടിച്ചത്. പിന്നെ വൈറ്റ് ഷുഗർ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബുഷിൻ്റെ വാനില എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഇതാണ്, ഫ്ലേവറാണ്. അപ്പം ഇതാണ് കൂടുതൽ എല്ലാ ബേക്കേഴ്സും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ 1/2 കപ്പ് ഫുള്ളും ഇല്ല, ഒരു പകുതി കുറച്ച് അളവിലിട്ട് എടുത്തുള്ളൂ. പിന്നെ 2 മുട്ടയും അതിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ പിന്നെ കാണിച്ചു തരാം, ഞാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഒരു 1 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണിന് കൂടുതലുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുത്താൽ മതി. പിന്നെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്തത്, ഞാൻ കാരമലിൽ സോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ 1/4 കപ്പിലും കൂടുതൽ 1/2 കപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു 1/2 കപ്പ് വേണം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി സോക്ക് ചെയ്യാത്തതും കുറച്ച് നട്ട്സും കൂടെ. ഇതിൽ നട്ട്സ് ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ടോപ്പിലിടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും ടോപ്പിലിടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുറച്ച് കിവിയും പിന്നെ ഡേറ്റ്സും ബ്ലാക്ക് ഡ്രൈ ഗ്രേപ്സ് ഇല്ലേ അതും വെച്ചിട്ടുണ്ട്, കുറച്ച് മാത്രം ടോപ്പിലിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ അപ്പോൾ നമ്മൾ ബാറ്ററിന് ടിന്നിലേക്ക് ഒഴിക്കും. ഞാൻ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം ബേക്ക് ചെയ്ത്. ഇപ്പം നമ്മൾ ബാറ്ററി ടിന്നിൽ ഒഴിച്ചിട്ട് ഇതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമുക്ക് എത്ര മിനിറ്റ് ആയെന്നൊന്നും വെച്ച് നോക്കിയിട്ട് പറയാം എത്രയാണെന്നുള്ളത്. ചിലപ്പോൾ കൂടുതലാവും ചിലപ്പോൾ കുറവാകും, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല. നമ്മൾ വെച്ചതിന് ശേഷം ബേക്കായിട്ട് ഞാൻ പറയാം എത്ര മിനിറ്റായി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് നല്ല റെഡിയാണ്. പക്ഷെ എനിക്ക് ആദ്യമൊന്നും ഇങ്ങനെ നട്ട്സൊന്നും ടോപ്പിൽ വെച്ചാൽ അങ്ങനെ നിൽക്കില്ല, പൊന്തി ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടാവും, ഒക്കെ താഴ്ന്നു പോയിട്ടുണ്ടാവും, കുഴിഞ്ഞു പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രാവശ്യം ഞാൻ എന്താ ചെയ്തെന്നറിയോ, കുറച്ച് മൈദയിലിട്ടിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഈ നട്ട്സ് അതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് നമ്മൾ ഇളക്കിയെടുക്കുമല്ലോ. എന്നിട്ട് പിന്നെ ടോപ്പിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ടോപ്പിൽ ഇങ്ങനെ വെച്ച് എന്നിട്ട് ബേക്ക്. നമ്മളെ കേക്ക് എങ്ങനെയുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ നോക്കാം. ഇപ്പം നമ്മൾ പ്ലം കേക്ക് പക്ഷെ നല്ല ആറിയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ആറാനുള്ള ക്ഷമയൊന്നുമില്ല, സെയിലിനുള്ളതൊന്നുമല്ല. അപ്പം അത് കാരണം കട്ട് ചെയ്ത് ഞാനിങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തത്. നമ്മളിപ്പോൾ 1 കിലോൻ്റെ വലിയ ടിന്നിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ കട്ട് ചെയ്ത്, ചൂട് പോയിട്ടില്ല, ചൂടുണ്ട്. ചൂടോടൊക്കെ എടുത്തത് കാരണം ഇതങ്ങനെയുള്ളത്. ചൂടുണ്ട്, ചൂടാറിയിട്ടില്ല. എങ്ങനെയുണ്ട് നമ്മുടെ പ്ലം കേക്ക്?